എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ തീവ്രവാദ ബന്ധം തള്ളാനാകില്ലെന്ന് NIAയുടെ പ്രാഥമിക റിപ്പോർട്ട്. ആക്രമണത്തിന് പിന്നിൽ ആസൂത്രണവും ഗൂഢാലോചനയുമുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം പ്രതിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് ഡോക്ടർ വ്യക്തമാക്കി. തെളിവെടുപ്പുമായി മുന്നോട്ടു പോകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും റിയാസ് KM ചേരുന്നു. റിയാസ്, എന്തൊക്കെയാണ് വാർത്തയുടെ ഒടുവിലത്തെ വിശദാംശങ്ങൾ? അതിര പ്രതി ഷാറൂഖ് സൈഫിയുമായി അല്പസമയത്തിനകം തന്നെ തെളിവെടുപ്പിന് പുറപ്പെടാനാണ് അന്വേഷണ സംഘം ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അതിനായുള്ള മുന്നൊരുക്കങ്ങൾ ഇവിടെ മാലൂർ കുന്നിലെ പോലീസിന്റെ AR ക്യാമ്പിൽ തുടങ്ങിക്കഴിഞ്ഞു. പ്രതിയെ നേരത്തെ എല്ലാം ചോദ്യം ചെയ്തു വരികയായിരുന്നു. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണയുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. അതിനു മുന്നോടിയായി പ്രതിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം മെഡിക്കൽ വിദഗ്ധരുടെ സഹായം തേടിയിരുന്നു. ഇത് ആരോഗ്യവകുപ്പിനോടായിരുന്നു തേടിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിക്ക് അതായത് പ്രതിയുടെ മെഡിക്കൽ ചെക്കപ്പ് നടത്താൻ വേണ്ടി ആരോഗ്യവകുപ്പ് അനുമതി നൽകുകയും തുടർന്ന് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർ എത്തി പ്രതിയുടെ പരിശോധന നടത്തുകയും ചെയ്തു. ഈ പരിശോധനയിൽ അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം ഡോക്ടർ ജയേഷ് കുമാറാണ് ഇവിടെ എത്തിയത്. അദ്ദേഹം ഏകദേശം 15 മിനിറ്റോളമാണ് പ്രതിയെ പരിശോധിച്ചത്. അതിൽ പ്രതിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് കണ്ടെത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തെളിവെടുപ്പുമായി മുന്നോട്ട് പോകാം എന്ന് ഈ പ്രത്യേക അന്വേഷണ സംഘം ഒരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടെ ഈ കേസിൽ തീവ്രവാദ ബന്ധം സംശയിക്കാമെന്ന റിപ്പോർട്ട് NIAയുടേതായി പുറത്തു വരുന്നു. അത് NIAയുടെ കൊച്ചി ചെന്നൈ യൂണിറ്റുകളാണ് ഇത് സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ആക്രമണം ആസൂത്രിതമാണെന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ വിശദമായൊരു അന്വേഷണം വേണം. സംസ്ഥാനത്തിന് പുറത്തേക്കും ഈ അന്വേഷണം വ്യാപിപ്പിക്കണമെന്നും NIA പറയുന്നു. ഇതെല്ലാം തന്നെ ഈ കേസ് NIA ഏറ്റെടുക്കാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു എന്ന കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് തന്നെ അതിന് മുന്നോടിയായി തെളിവെടുപ്പടക്കമുള്ള പ്രക്രിയകൾ അടിയന്തരമായി പൂർത്തീകരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് പ്രത്യേക അന്വേഷണ സംഘമുള്ളത്. ആതിര. ശരി റിയാസ്, എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ തീവ്രവാദ ബന്ധം തള്ളാനാകില്ലെന്ന് NIAയുടെ പ്രാഥമിക റിപ്പോർട്ട്. ആക്രമണത്തിന് പിന്നിൽ ആസൂത്രണവും ഗൂഢാലോചനയുമുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം പ്രതിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് ഡോക്ടർ വ്യക്തമാക്കി. തെളിവെടുപ്പുമായി മുന്നോട്ടു പോകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും റിയാസ് KM.